good morning and welcome to a new vlog. And ഈ ഒരു വ്ളോഗിന് ഞാൻ പേരിട്ടിട്ടു ഗൈസ്, ക്ലീനിങ് കാർഡിയോ. എങ്ങനെയുണ്ട്? എനിക്കിന്ന് രാവിലെ വന്ന ഐഡിയ ആണ്. ഈ ഒരു കാർഡിയോ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ സാറ്റർഡേസിൽ തന്നെ ചെയ്യണത്. അപ്പൊ ആ ദിവസം ഞാൻ ജിം സ്കിപ്പ് ചെയ്യാൻ നോക്കും ആൻഡ് കാർഡിയോന് ഫുൾ ഫോക്കസ് ചെയ്യും. അപ്പൊ ക്ലീനിങ്ങുമായി കാർഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സർസൈസും കിട്ടും. അതിന്റെ ഒപ്പം സാറ്റർഡേ ക്ലീൻ ചെയ്യുമ്പോൾ ഓസ്പിഷ്യസ് ആണെന്ന് പറഞ്ഞത് ഓർമ്മ. യെസ്, അപ്പൊ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഗെസ് വാട്ട്, ഞാൻ വളരെ പ്രൊഡക്റ്റീവ് ആൻഡ് നല്ലൊരു കാര്യം രാവിലെ തന്നെ ചെയ്തു. സി, ഞാൻ ഇന്നത്തേക്കുള്ള ലഞ്ച് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ ലഞ്ച് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നലെ രാത്രി എന്റെ ഡിന്നർ കുറച്ച് ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റ് ആയിട്ടായിരിക്കണം, അറ്റ് ദ സെയിം ടൈം ഹൈ പ്രോട്ടീൻ ആയിരിക്കണം, പിന്നെ എനിക്ക് കുറച്ച് എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കണം. അങ്ങനെയാണ് എന്റെ മൈൻഡിലിട്ട്. അപ്പൊ ഞാനിവിടെ വളരെ കുറച്ച് നിങ്ങൾക്ക് കാണാനും കൂടെ പറ്റൂല കേട്ടോ, കാരണം ഇതിനകത്ത് 1 ടേബിൾ സ്പൂണിന്റെ അത്ര ഇച്ചിരി വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും കോഫി പൗഡർ. യെസ്, എന്താന്ന് പറയാമോ കാര്യം? നിങ്ങൾക്ക് വല്ലതും അറിയാം എന്താന്ന്? ഒരു മിനിറ്റ്, കഴുകിയില്ല എന്ന് തോന്നണ കണ്ടിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പ്രോട്ടീൻ ഷേക്കാണ് ഉണ്ടാക്കണം. സാധാരണ ഞാൻ കോഫി, മാച്ചയും ചായ ഇതൊക്കെ ഞാൻ നിർത്തി കംപ്ലീറ്റ്ലി അവോയ്ഡ് ആക്കിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മറക്കുമ്പോഴെനിക്ക് ഉച്ചയാകുമ്പോഴേക്കും തലവേദന തുടങ്ങും. ആൻഡ് എനിക്ക് ആ ഒരു ഫീലിംഗ് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് വെറുതെ അഡിക്റ്റഡ് ആവണ്ട, നമുക്ക് ഇനി തണുപ്പ് വരില്ല. അപ്പൊ മസാല ചായയിലേക്ക് വീണ്ടും പോവാട്ടോ. അപ്പൊ തണുപ്പിന്റെ ആ ഒരു സീസൺ മാത്രമേ ഞാൻ ചായക്ക് വേണ്ടി വെച്ചിട്ടുള്ളൂ. മാച്ചയൊക്കെ ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം മാച്ച ആന്റി ഓക്സിഡന്റ് ആൻഡ് നല്ലതാണ് ബേസിക്കലി. സോ യെസ്, അപ്പൊ ഈ ക്ലീനിങ്ങിന്റെ വ്ളോഗിൽ എന്തൊക്കെ ഞാൻ എനിക്കായിരുന്നു പറയുന്നത്. ഓക്കെ, നമുക്ക് വേഗം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, എന്നിട്ട് വേഗം കുടിക്കാം. ഓക്കെ, അപ്പൊ എന്താ സംഭവം, ഞാൻ കോഫി എന്തിനാ ആഡ് ചെയ്യണമെന്ന് അറിയാൻ എനിക്ക് കുറച്ച് എനർജി കിട്ടാനാണ് ഗൈസ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഡ്രെയിൻ ആവാൻ വയ്യ. അപ്പം എനിക്ക് നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, എനർജി, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടിയാൽ നല്ലത്. അതിന് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കണേനല്ല കുഴപ്പം, കുടിച്ചിട്ടൊന്നും ജോലി ചെയ്തില്ലെങ്കിലാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരമൊക്കെ, എൻ്റെ അങ്ങനെയാണ്, എനിക്ക് ശരീരമൊക്കെ കൂടെ വരച്ചു തുടങ്ങൂട്ടാ. സോ അതുകൊണ്ട് ഞാൻ ഇതൊന്നും കുടിക്കാറില്ല അത്ര. എനിക്ക് യുനോ ഇഷ്ടമാണ്. ഓക്കെ, സോ നമുക്ക് വേഗം തന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി ഞാൻ കോഫി ഓക്കെ ഇത്ര എടുത്തിട്ടുണ്ട്. കാണുമാനുണ്ടോ? യെസ്, 1 ടീസ്പൂൺ ആണ് പഴഞ്ഞേക്കണേ. പക്ഷെ നമുക്ക് അത്രയും വേണ്ട, കഴിച്ചാലെങ്ങാനും കഴിക്കും. എനിക്ക് കഴിക്കുമെന്ന് എന്തിനാ തോന്നുന്നത്? ഓക്കെ ഓക്കെ, ഒരു ടീസ്പൂൺ കോഫി എടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചതിന് സ്പീഡ് കൂട്ടല്ലേ, എനിക്ക് ആർത്തി വരും ഗൈസ്. കുറച്ച് മര്യാദയ്ക്ക് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഫ്രോത്ത് ആക്കിയിട്ടാണ്. എന്തെന്നാണ് ഈ കോഫിയുടെ സ്മെൽ, എന്ത് രസം. പക്ഷെ കുടിക്കാൻ പറ്റൂല, അതാ പ്രശ്നം. റെഗുലർലി എനിക്കറിയാം എന്നെ കൊണ്ട് അങ്ങനെ മെസ് ഫ്രീ വർക്ക് നടക്കൂല. ആക്ച്വലി ഈ ഒരു വ്ളോഗിൽ നമുക്ക് വേറൊരു പേരും കൂടെ ഇടാം, മിഷൻ എസ്തെറ്റിക് ലൈഫ്. ഓക്കെ, ഞാൻ എസ്തെറ്റിക് ലൈഫ് എത്തുന്ന വരെ നമ്മൾ ക്ലീൻ ചെയ്തോണ്ടിരിക്കും. അടിപൊളിയായിട്ട് പഴുത്ത ബനാന ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്രോസൺ ബനാന ഇല്ലല്ലോ, ബട്ട് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം. നമുക്ക് പകുതി നടക്കാം. ഇവിടെ നിന്ന് ചീഞ്ഞു ഗൈസ്. എനിക്ക് എസ്തെറ്റിക് ആവാൻ ഇഷ്ടം, പക്ഷെ ഭയങ്കര വേസ്റ്റേജ് ഉള്ള എസ്തെറ്റിക് എൻ്റെ ആത്മാവിന് പറ്റും. പ്രോട്ടീൻ ആഡ് ചെയ്യും ഒബ്വിയസ്ലി. എത്ര നാളെ നോക്കി ഞാനിപ്പോൾ ഭയങ്കര പ്രോട്ടീന്, ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഇത് എടുത്തിട്ടിട്ട. കാരണം എന്താണെന്നറിയാമോ, ഞാൻ പരമാവധി വീട്ടിലെ ഫുഡ് തന്നെ ഹൈ പ്രോട്ടീൻ ആയിട്ട് 3 നേരം കഴിക്കുന്നുണ്ട്, ചിലപ്പോൾ 4 നേരം. യെസ്, പക്ഷേ പ്രോട്ടീൻ സ്കൂപ്പ് ആവശ്യമാണ് ഫാറ്റ് ലോസിൽ. അപ്പോൾ നമുക്ക് കാലറീസ് കുറവിൽ തന്നെ അത്യാവശ്യം പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും. ഇനി കുറച്ച് സീരിയസ്ലി എനിക്ക് എൻ്റെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കെൻ യു സീ കാണുന്നുണ്ടോ വല്ലതും? പക്ഷെ എനിക്ക് കുറച്ചും കൂടെ വേഗം എത്തണ്ടേ. നമ്മുടെ ഇപ്പൊ 5 കിലോന്ന് 2 കിലോയെ കുറഞ്ഞിട്ടുള്ളൂ കേസ്. ഇനി ഉണ്ട് 3 കിലോ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓട്സ് കുറച്ച് കൂടുതൽ തന്നെ ഓട്സ് ആഡ് ചെയ്യാം, ബിക്കോസ് ഒബ്വിയസ്ലി വെള്ളമൊന്നും ഇല്ല കഴിക്കാൻ. 2 ടേബിൾ സ്പൂൺ അല്ല, ആക്ച്വലി 1/4 കപ്പാണിത്. ഓക്കെ, കുറച്ച് ഫില്ലിംഗ് ആയിട്ട് വയർ നടന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാലേ കുറെ നേരത്തേക്ക് ഞാൻ മിണ്ടാണ്ട് അടങ്ങി എവിടെയെങ്കിലും ഇരിക്കും. ബൈ, കഴിഞ്ഞ ക്ലീനിങ് വ്ളോഗ് കണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ വന്നാൽ മാത്രം പോരാ, വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ടോ? ആക്കണോട്ടാ, നല്ല കുട്ടികളാവണം. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ഗൈസ്.
ഇച്ചിരി സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ആക്ച്വലി ഡേറ്റ് സിറപ്പ് ഉണ്ട്. ഡേറ്റ് സിറപ്പ് വേണോ ഡേറ്റ് വേണോ? ഡേറ്റ് സിറപ്പ് തന്നെ ഇടാം. ഡേറ്റ്സ് കുറച്ചു നേരം കുതിർത്തിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ. എൻ്റെ അടുത്ത് ഇവിടെ എളുപ്പപ്പണി ഉണ്ടെങ്കിൽ വൈ നോട്ട്? എൻ്റെ മനസ്സനുമതി. ഈ മനസ്സിനെ കൊണ്ട് ഞാൻ ഇച്ചിരി കൂടിപ്പോയാ കുറച്ച് അധികം ആഡ് ചെയ്യാം. ഐസ് എടുത്താൽ മാത്രം പോരാ, അപ്പം തന്നെ നിറച്ചെടുത്ത് വെക്കണം. കോൺകോക്ഷൻ ആഡ് ചെയ്യാം. കോഫി ക്ലീനിങ് എന്ന് പറഞ്ഞ് പറ്റിച്ച് ഞാൻ നിങ്ങളെ അടുക്കളയിൽ തന്നെ ഇരുത്തിയല്ലേ ഗൈസ്. നമുക്ക് ചെയ്യാം കേട്ടോ, കുറച്ച് എനർജി വേണ്ടി. ഓക്കെ, കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. യുനോ ടേസ്റ്റ് ബെറ്റർ ആക്കും. എല്ലാം കൂടെ ഇട്ട് അവസാനം ജിയാന്റെ ഫുഡ് പോലെ ആവും. ബ്ലെൻഡ് കൂൾ. സർവ് ചെയ്യാം. ഇതിനകത്ത് വരോ ഇത്? നോ. ഒന്നും കൂടെ അരക്കണോടെ? എന്തോളൂ. ഞാൻ വിചാരിച്ച പോലെ ടേസ്റ്റ് വന്നില്ല. ടേസ്റ്റ് ഉണ്ട്, മധുരം കുറവാ. പക്ഷെ സാരില്ല, അത് മതി. ഇനി മട്ടിച്ചോടിയാലോ ഞാൻ കൂട്ടിയിട്ട്. ഓ ഹാ, ഞാൻ ഓട്സിന് റോസ്റ്റ് ചെയ്യാൻ മറന്നു. സാരില്ല, പോട്ടെ. മിക്സി അപ്പം തന്നെ കഴുകി വെച്ചു, അല്ലെങ്കിൽ പിന്നെ പെടാപ്പാടായിരിക്കും. അങ്ങ് വയ്യ. പിന്നെ എന്തൊരു പാടാന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത്രയും നല്ലതുമല്ല മിക്സിക്ക്. ഓക്കെ, നമുക്ക് അത്രയ്ക്ക് സാധില്ലാത്ത ആവറേജ് ഷേക്ക്. എന്നാ ഗൈസ് എല്ലാവരും കുടിച്ചോ. എന്താ ടേസ്റ്റ് ഇല്ലാന്ന് അറിഞ്ഞപ്പോ ഇറങ്ങൂലാണ്ടായ വേഗം കുടിച്ചോ. കുറച്ച് എനിക്ക് സീഡ്സ് ഒക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇനിയിപ്പോ വേണ്ട. എന്റെ ഗ്ലോ കാണുന്നുണ്ടോ ഗൈസ്? എനിക്കെന്തോ പിടിക്കണില്ല, എന്തോ ഒരു അപാകത ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് അത് തന്നെ കൊള്ളൂല. ഇതിലും മേലെ ഞാൻ ഉണ്ടാക്കണതായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്കിത് വേഗം കുടിക്കാം, എന്നിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാൺമാടൻ 20 പുഴകില് ബാൽക്കണിയുടെ കാര്യം കത്തുപോകയായിട്ടിരിക്കുകയാണ്. നോക്കിയേ, ഫുൾ ഉണങ്ങി ഗൈസ്. എൻ്റെ എല്ലാം ചെടികളും ഉണങ്ങി. നാട്ടിൽ വന്ന് എല്ലാം ഒന്നും പറയാനില്ല. അപ്പം നിങ്ങളിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോഴേ എങ്ങനെയാണ് നിങ്ങളുടെ ചെടികളൊക്കെ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്നത്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഗൈസ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രാവൽ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ചെടികൾ എങ്ങനെ നിൽക്കണം? ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് നോക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഹെൽപ്പ് ആകും. പക്ഷേ എത്ര ദിവസത്തേക്ക്? വേറൊരു ഐഡിയയും കൂടെ ഉണ്ട്, ബട്ട് എനിക്ക് എൻ്റെ പ്ലാന്റ്സിന് അതും പറഞ്ഞ് റിസ്ക് ഇടാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്ക് ബാൽക്കണി ക്ലീൻ ആക്കാം. ബിക്കോസ് ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ മെസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ഇതുവരെ നാമം ചൊല്ലിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നാമവും ചൊല്ലണം. നമുക്ക് നാമം ചൊല്ലിക്കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പല്ലി എന്തൊക്കെ ഓർപ്പിച്ചേക്കണേ, 2 നമ്പർ.
കുടിച്ചോ വേഗം ഇപ്പൊ ഇരുന്ന് കുടിച്ചോ. ചേഴ്സ്. നമ്മുടെ ബാമ്പ് കട്ടുന്നില്ല, അതൊന്ന് താഴത്തേക്ക് ഇടാം. കാരണം ഇതിങ്ങനെ ചുറ്റി വെച്ചിട്ട് കുറെ നാളായി. അപ്പൊ ഒന്ന് അതുമ്പോ പൊടിയൊക്കെ കളക്ട് ആയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ആരെങ്കിലും ഒക്കെ അതില് കൂട് കൂട്ടിയിട്ടുണ്ടോന്ന് എനിക്ക് പേടി, പല്ലിയോ വല്ലതും. നമുക്ക് പതുക്കെ സാവകാശം അതിനെ താഴത്തോട്ടാക്കാം. ഓക്കെ, ഐ നീഡ് മൈ ചെരുപ്പ്. ഓ മൈ ഗോഡ് ഗൈസ്, ഈ മാസ്ക് ആണെങ്കിൽ എന്റെ മൂക്കുത്തിമ കൊളുത്തുന്നു. എന്റെ പ്രീഷ്യസ് നോസ് പെൻ. ആരൊക്കെ കൂടുതൽ വെച്ച പൊക്ക വേണം. ഓ മൈ ഗോഡ്, ഈ തട്ടുമ്പോ പൊടി വരുന്നുണ്ട്. പൊടി മാത്രമേ ഉള്ളൂ താങ്ക്ഫുള്ളി. ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ തുറന്നെ കിടന്നോട്ടെ, അത്രയും ചൂടടിക്കൂല. അപ്പം ഇനി ഈ ചട്ടികള്, ഓ മൈ ഗോഡ് എന്റെ പാവം ചട്ടി. ലെറ്റ് മീ ഷോ യു. കണ്ടോ ഗൈസ്, എന്താ ഈ അവസ്ഥ എന്ന് നോക്കിയ എന്തൊരു പൊടിയാണിത്. ലെറ്റ്സ് തൂക്കൽ. ബൈ ദ വേ, നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നില്ലേ, അത് വെറും ബേസ് ബോർഡ് പെട്ടിയല്ല ഗൈസ്. അതിനകത്ത് ഫുൾ നമ്മുടെ ബാൽക്കണി മേക്ക് ഓവറിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം വൃത്തിയാക്കാനല്ലേ നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ. സോയാ നമുക്ക് വർക്ക് ഏരിയ കൊണ്ടു വയ്ക്കാം. എന്റെ രണ്ട് തുളസി ഉണങ്ങിപ്പോയി. ചെപ്പായിരുന്നു. Marabel, how dare you, Marabel? എനിക്ക് എപ്പോഴും തോന്നാറ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്തൊക്കെ പോയാലും പല്ലി ഉണ്ടാവും. പല്ലി എന്തെന്നാ എന്റെ ബാൽക്കണിയെ കുറിച്ച് വിചാരിച്ചത് പേഴ്സണൽ ടോയ്ലറ്റ് ആണ്. കുറച്ച് നാളും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറുന്നു, ഡെസേർട്ട് പ്ലേസ് ആയിരുന്നു. എന്റെ കണ്ണിലൊക്കെ വേർപ്പ്. ഓ മൈ ഗോഡ്, വേർപ്പ് ഈസ് ഉപ്പ് സോൾട്ടി ആൻഡ് എന്റെ കണ്ണ് നേരും. വാട്ട് ഈസ് ദിസ്? ഓ, എനിക്ക് സപ്പോർട്ട് തരാമെന്ന്. താങ്ക് യു ബേബി. ഓ മൈ ഗോഡ്, ഇപ്പൊ സാറ്റർഡേസ് എന്റെ ഫേവറേറ്റ് ആയി മാറുന്നുണ്ട് ഗൈസ്. ഐ എം ലവിങ് ഇറ്റ്. എനിക്ക് എന്റെ ഫുൾ വീടിനൊരു പാരഡൈസ് ആക്കി മാറ്റണം, യു നോ. ഓ മൈ ഗോഡ്, ഇനി എനിക്ക് വീടാക്കണം. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു സ്റ്റുഡിയോ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ബട്ട് നോ, സ്റ്റുഡിയോ ആണ് ഇപ്പോഴും, ആ റൂം മാത്രം. ബാക്കി എനിക്ക് ഫുൾ നല്ലൊരു വീടാക്കണം. എൻ്റെ വീട് പൊന്നു പോലെ നോക്കും. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മമ്മി ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല. അപ്പം അത് ഇച്ചിരി തരം ആയിരുന്നു. ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ ജോലി നോക്കുമായിരുന്നു. വർക്ക് എഡിറ്റിങ് ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കും. അതിനൊപ്പം ഫുഡ് ഉണ്ടാക്കുക, ബാക്കി റൂട്ടീനൊക്കെ. പക്ഷേ വീട് വൃത്തിയാക്കൽ എപ്പോഴും വിട്ടുപോയിരുന്നു. ബട്ട് നോ, ഇപ്പം എനിക്ക് അറിയാം എല്ലാം സാറ്റർഡേ ഈസിക്കൽ ടു രാവിലെ എനിക്ക് വീട് വൃത്തിയാക്കാൻ തുടങ്ങാം. ഓക്കെ, ഡു യു ലൈക്ക് ദിസ് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീനിങ് വ്ളോഗ്സ് കാണാൻ? ലെറ്റ് മീ നോ ഇൻ ദ കമൻസ്. അപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ചൂല് തൊടും, വൃത്തിയാക്കൽ ചെയ്യും. ഓക്കെ, വാവ്, 12 മണി പോലും ആയിട്ടില്ല. നോക്ക് ഗൈസ്, ഫൈനലി ഇത്ര നാൾ കഴിഞ്ഞ ബാൽക്കണി ഒന്നെ ക്ലീൻ ആയി.
ഈ ബാമ്പു ഇങ്ങനെ ഫുൾ ടൈം ഇടണം. ഇച്ചിരി ഇരുണ്ട് പോകണുണ്ടല്ലേ, പക്ഷെ എന്നാലും സാരില്ല, സുഖം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ചൂടടിക്കണില്ല. ഇച്ചിരി വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം കൂളർ പോലെ തണുപ്പ് വരും. ഓ മൈ ഗോഡ്, മുജി വായിലേക്ക് പോന്നു. സോഫയിലും ഫുൾ പൊടിയാണ്, നമുക്ക് വാക്യൂം ചെയ്യാട്ടോ. ഇത് സോഫയിലും കവർ ഇട്ടിട്ട് കുറച്ച് നാളായി. കാരണം സോഫ കുറച്ച് നാൾ മുമ്പ് വരെ സിംഗിൾ സെറ്റി ബെഡായിട്ടായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ഇപ്പോഴാണ് ഇതിനെ മുകളിലേക്ക് ആക്കിയത് ഈ സാധനത്തിൽ. ഇനി നമുക്ക് കവർ ഇടാൻ കഴിയും. ഓക്കെ, കോഫിയുടെ എഫക്റ്റ് കാണാനുണ്ട് ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നേരം പോലും എനിക്ക് സർവൈവ് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ വർക്കൗട്ടൊക്കെ ജിമ്മിൽ നല്ലോണം ചെയ്തു, സ്ട്രെങ്ത് ട്രെയിനിങ് നല്ലതാണ്. പക്ഷെ എൻ്റെ കാർഡിയോ വളരെ മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളെ ട്രെഡ്മില്ല് ഇൻക്ലൈൻ വാക്ക് ചെയ്തിട്ട് റണ്ണിങ് ചെയ്തിട്ട് ഇതൊക്കെ എൻ്റെ എത്ര നിന്നു എന്നറിയാം. എൻ്റെ 8K സ്റ്റെപ്സ് 10K സ്റ്റെപ്സ് അതൊക്കെ സ്റ്റോപ്പേ ആയി. എനിക്ക് ഞാനൊക്കെ തിരിച്ചു പിടിക്കണം ഗൈസ്. എനിക്ക് എൻ്റെ റൂട്ടീൻ എനിക്ക് എൻ്റെ ലൈഫ് ഫുള്ളൊന്ന് റീസെറ്റ് ചെയ്യണം. ഞാൻ വിചാരിക്കണ രീതിയിൽ തന്നെ എനിക്ക് ആക്കണം. വീണ്ടും എനിക്കത് പിടിച്ചെടുക്കണം ഗൈസ്. ഞാൻ ചെയ്തിരിക്കും, യുനോ. യെസ്, ഞാൻ 2 മിനിറ്റ് ഫാൻ്റെ അടിയിൽ ഇരിക്കട്ടെ. എനിക്ക് ഫുൾ തല വേർത്തിരിക്കണം. വേർപ്പ് ഇറങ്ങാൻ കൊടുക്കാൻ പറ്റൂല. വാ ഗൈസ്, നമുക്ക് ഫുഡ് കഴിക്കാം. എനിക്ക് വിശക്കണ്. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര എനർജി ഡൗൺ ആവണ പോലെ തോന്നുന്നു. എനിക്ക് എനർജി ഉണ്ട്, കോഫിയുടെ ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാം. പാലക് ദാൽ. ഓക്കെ ഗൈസ്, എനിക്ക് കുറച്ച് മോര് കുടിക്കണം. സോ എനിക്ക് കുറച്ച് മോരുണ്ടാക്കാം. ഇത് കണ്ട, ഞാൻ ഇത്രയും യോഗട്ട് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സി, മോരുണ്ടാക്കണ വേറൊരു രീതി ഉണ്ട്. ബട്ട് ഇന്ന് ഞാൻ എളുപ്പപ്പണിയാ നോക്കണം. എനിക്ക് വിശന്നിട്ട് കൺ കാണാനില്ല. എന്തൊരു തിക്കായിട്ടാ വന്നേക്കണെന്ന് ഇത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോർട്സ് ചാനൽ. ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോ. ബോയ് 2 സ്കൂപ്പ് എടുക്കാം. ഓക്കെ, ഇച്ചിരി കൂടുതലുണ്ടാക്കി വെച്ചാൽ എനിക്ക് വൈകുന്നേരത്തേക്കും കൂടി ആയല്ലോ. നമ്മളിത് വേഗം കഴുകി വയ്ക്കൂ. Let's have. Always grateful for the good food. കഴിക്കാം. Bon appetit. ഇത്തിരി മോര് കുടിക്കാം ആദ്യം. നമ്മുടെ ചോലായി. Cheers. Wow. മെന്താണ്ട് കഴിച്ചോളാം. നല്ലതായി കഴിച്ചോളാം. സോ ഗുഡ്. രാവിലെ ഉണ്ടാക്കിയതുകൊണ്ട് മല്ലിയുടെ നല്ല ഫ്ലേവർ ഇറങ്ങിയിട്ട് സോ നൈസ്. സോഫയുടെ ഇവിടെ ഞാൻ കാല് വെക്കാം, ചമ്പരം പഴുതിരിക്കാം. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. ചവച്ചരച്ചിട്ട് ഇന്ന് ബിഗില് കാണിച്ചല്ലേ, വിശന്നിട്ട് മെഴുങ്ങും. ഞാൻ കഴിക്കട്ടോ. എന്നിട്ട് നമുക്കവിടെ വാഷ് ചെയ്യാൻ ഞാൻ ഓൾറെഡി ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പീനട്ട് ബട്ടറും കഴിക്കും. ഞാൻ ആക്ച്വലി കുറച്ച് തിന്നിട്ടാ. പിന്നെ എനിക്ക് നിങ്ങളെ ഓർമ്മ മാറ്റാം. അത് അകത്ത് ഇതേണ്ട കട്ട കൂടി തീരാതായിട്ടാ. യമ്മിയാണ്ട. ഹെൽത്തി ഫാറ്റും കിട്ടും, ടേസ്റ്റുമാണ്, പിന്നെ പ്രോട്ടീനും കിട്ടും. ഇതിങ്ങനെ കൺട്രോൾ ആയിട്ട് കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ആർത്തി ചില സമയത്ത് കൈ വിട്ടു പോകും, അതാ കുഴപ്പം. ഇത് കഷ്ണങ്ങളായിട്ട് ഇരിക്കുക. മിൽക്കി ക്രീമി ആയിട്ടല്ല. കുറച്ചൊരു വജ്രാശാലിൽ ഇരിക്കണം. ഉറക്കം വരുന്നുണ്ട് ഗൈസ്, പക്ഷെ ഇപ്പൊ ഉറങ്ങൂല. ഉറക്കം മഞ്ഞില്ല, കോഫി കാരണം. ഞാൻ എന്തായാലും കോഡ് ക്രാക്ക് ചെയ്തു കൂട്ടാ. നമ്മളിനി ക്ലീനിങ് ഡേയ്സിൽ രാവിലെ കോഫി കൺസ്യൂം ചെയ്യും ഇതുപോലെ തന്നെ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് ഹെവി തന്നെ ആകും. അതർവൈസ് എന്തൊരു വിശപ്പായിരുന്നു. എനിക്കിപ്പോഴും എന്തോ തൃപ്തി കിട്ടിയെന്ന് തോന്നുന്നില്ല. അതുമല്ല കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വെക്കണം. ഭയങ്കര ഇലക്ട്രോലൈറ്റ്സ് എന്നുവെച്ചാൽ ഈ സ്വെറ്റിങ് കാരണം ഉപ്പ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ.
അപ്പോൾ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് വേണം. അല്ലുമൊക്കെ ഒട്ടി മടി വന്നു നോ. പക്ഷെ എനിക്ക് നല്ല ഓ ഗോഡ് ആ ഇതിട്ടില്ലേ, കർട്ടൻ ഇട്ടില്ലേ ഞാൻ, അതിട്ടപ്പോൾ അതിൽ നിന്ന് പാസ്സായിട്ട് നല്ല കാറ്റാട്ട വന്നത്. മുझे ये पहले ही कर लेना चाहिए था. കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്താലൊന്നും ആലോചിക്കുന്നു. ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് കൂളർ പോലെ നേരെ ഇതിൽ നിന്ന് വെള്ളം വീണിരുന്നെങ്കിലാ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം തപ്പണമെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക കഴിച്ചു. അപ്പോൾ ഇത് കൂളർ പോലെ വർക്ക് ചെയ്യൂലേ, പുറത്തുനിന്ന് ഡയറക്റ്റ്ലി കാറ്റും വരും, അകത്തേക്ക് നല്ല തണുപ്പും വരും. അപ്പം എനിക്ക് ഹാളിൽ AC വെക്കേണ്ടി വരൂല. ഇങ്ങനെയുണ്ട് ഐഡിയ. കുറച്ച് ബസ്ബാസിലിരുന്ന് നിങ്ങളുടെ കമൻസിനൊക്കെ ഞാൻ ഇരുന്ന് റിപ്ലൈ കൊടുക്കട്ടെ. സ്വിമ്മിംഗ് പൂൾ നമുക്ക് സ്വിം ചെയ്യാം. തെന്നി കിടക്കും. ഞാൻ ആലോചിക്കുകയാണേ മതിലൊക്കെ ഒന്ന് കഴുകിയാലോ. എന്ത് പഴം നമുക്കത് റെയിലിങ് കഴുകാൻ കേട്ടോ. ഇവിടെ കിടന്നോണം കണ്ടിട്ട് താങ്കൾ ഇങ്ങോട്ട് വരൂ. നമ്മുടെ ബാൽക്കണിയുടെ ഫുൾ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കി. ഇപ്പം എനിക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ഫീൽ വേണമെങ്കിൽ നോട്ട് ലൈക്ക് അന്നത്തെ പോലത്തെ കിച്ചണിൻ്റെ. സോ യെസ്, അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കോഫി വറുക്കാൻ വേണ്ടി ഗൈസ്. ഞാൻ കോഫിയെ എന്താ പറയുക സജസ്റ്റ് ചെയ്യല്ല, ബട്ട് ഇങ്ങനത്തെ ക്ലീനിങ് ഡേയ്സിൽ എല്ലാം കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കും. കാരണം എനിക്ക് കോൾഡ് കോഫിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. സോ എന്തായാലും കോഫി കുടിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കുടിക്കാം. സോ യെസ്, ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഹാളിലെ പരിപാടിയിലോട്ട് കടന്നാലോ. ബാൽക്കണി എന്തായാലും ഒന്ന് ഫുള്ളായി. ഹാളിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ യു ക്യാൻ സീ ദാറ്റ് ആ കർട്ടൻ നമ്മൾ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ അവിടെ തൂങ്ങിക്കിടക്കുകയാണ്, ഇതുവരെ കഴുകിയിട്ടില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു വലിയ കർട്ടനല്ലേ, ഓരോ കർട്ടൻ എടുക്കേണ്ടി വരും തോന്നാൻ കേട്ടോ. അപ്പോൾ 4 റൗണ്ട് വാഷിംഗ് മെഷീൻ, 2 കുത്തി കയറ്റാൻ നോക്കാം. പക്ഷെ പിന്നെ കഴുകി കിട്ടൂല വൃത്തിക്ക്, അതാ കുഴപ്പം. നമുക്കൊരു കാര്യം ചെയ്താലോ, 2 ഇന്ന് കഴുകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇട്ടിട്ട് 2 നാളെ കഴുകാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിലേ എൻ്റെ പാവം വാഷിംഗ് മെഷീനല്ലേ, അതിൻ്റെ ലോഡ് കൂടൂലേ. വേർത്ത് കുളിച്ചു ഗൈസ്. യെസ്, എനിക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കണം. സോ യെസ്, നമുക്ക് സ്റ്റാർട്ടിങ് കർട്ടൻ നിന്ന് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പം ഞാനില്ലേ അവിടെ പോയി. ഓക്കെ, ഈ അറ്റത്ത് ആൻഡ് ആ അറ്റത്ത് ആ 2 ആദ്യം എടുക്കാം. കാരണം സെന്ററിൽ 2 കിടന്നോട്ടെ, നമുക്ക് രാത്രി ആകുമ്പോൾ എന്തായാലും ഇടണമല്ലോ. കാരണം എല്ലാം കൂടി ഇന്ന് കഴുകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. വാഷിംഗ് മെഷീൻ ഒരു പാവമല്ലേ, നമുക്ക് ഇതെടുക്കാം. കൈ എത്തിയാൽ മതിയായിരുന്നു. മൈ ഗോഡ്, ഞാൻ ടോളാണ് നല്ലോണം. വേ ഈസി. ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും, ബട്ട് നോ. ഓ ഓക്കെ, അത്ര ഭാരമില്ല കേട്ടോ. ലെറ്റ്സ് ഗോ. നമ്മൾ
വള്ളി കെട്ട് മദ്യം ഇതിനെ പുറത്തേക്ക് വെക്കാം നമുക്ക്. അപ്പൊ ഈ ഭാഗം ഒന്ന് കഴുകി കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്കാണല്ലേ. രണ്ടെണ്ണം ഇടാൻ പറ്റും. ഓക്കെ, നമുക്ക് കുറച്ച് ലൂസ് വിടാട്ടെ, എല്ലാവരും അതിന്റെ ഇടയ്ക്കൊക്കെ കയറി നല്ലോണം കഴുകി കിട്ടുള്ളൂ. ഓ ഗോഡ്, നിങ്ങളുടെ ഒരു കാര്യം അവജൻ കയറിയിരുന്നോളൂ. വായ വെച്ച നമുക്ക് കുറച്ച് ഈസി വാഷ് കൂടെ ഒഴിക്കാം കേട്ടോ. എന്റെ വീട് ഓൾമോസ്റ്റ് നെക്സ്റ്റ് പൊട്ടിക്കാം. പുതിയത് ഇത് കൂടുതൽ തന്നെ ഒഴിക്കാം, കാരണം ഇനി എപ്പ കഴുകാനാ. ചൂടുവെള്ളം വരാൻ പോണത്. ഓ മൈ ഗോഡ്, അത് ആലോചിച്ചിട്ട് തന്നെ എനിക്ക്. സോഫനെ വാക്യൂം ചെയ്യാം. ഇവിടെ ഈ മാറ്റുകൾ കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്, ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യിപ്പിക്കണത്. എനിക്ക് എന്തായാലും വാഷ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അവിടെ ഇട്ട് വാഷ് ചെയ്യാനോ. അപ്പൊ നമുക്ക് എന്തായാലും അർബൻ കമ്പനി ചെയ്യാം. ഓക്കെ, സോ യെസ്, നമുക്ക് ഇത് വാക്യൂം. കാരണം ഇവിടെയാണ് സ്വിച്ച് ഉള്ളത്, അവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നീക്കിയതില്ല. ഓക്കെ ഗൈസ്, റോൾ എടുക്കാനായിട്ട് ഞാൻ വാക്യൂം ക്ലീനർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇത് വർക്ക് ആവുന്നു, അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ. ഓ മൈ ഗോഡ്, ഇത്ര വലിയ വള്ളിയായിരുന്നു. പിന്നെ എന്തിനാ ഞാൻ അവിടെ നിങ്ങോട്ട് നീക്കിയത്? ഓ ഷിറ്റ്, ഞാൻ ഈ ചതി അറിഞ്ഞില്ല. സാറില്ല പോട്ടെ. ഓ മൈ ഗുഡ്നസ്, ഇരട്ടിപ്പനി ഈസ് ഈക്വൽ ടു മീ ഈസ് ഈക്വൽ ടു ഇരട്ടിപ്പനീസ് ലവർ. Guys, then ഓണാവാത്തേ. Okay, we are ready. Oh my god, guys. നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടോ? ഇതെന്തിനാ ബ്രോ? ഞാൻ അറിഞ്ഞില്ലട്ടോ ഈ ഒരു അടിപൊളി സാധനത്തിന്റെ കാര്യം. നമുക്ക് മുഴുവൻ വൃത്തിയാക്കാം. ഇത് ആക്ച്വലി ഒരു സോഫ കം ബെഡ് ആണ് ഗൈസ്, കണ്ട. ഇതിന് ഒച്ച വന്നു. പൊടി കാണിച്ചു തരാം, വെയിറ്റ്. യൂസ് ചെയ്യും, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് ഇങ്ങനെ കളയണം എന്നുള്ള കാര്യം. ഞാൻ വിചാരിക്കും എപ്പോഴും പൊടി ഇല്ലാന്ന്, പക്ഷെ നോക്കിയത് മൈ ഗോഡ്, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സോറി വാക്യൂം ക്ലീനർ. ഓക്കെ, കൊറേയൊക്കെ പൊടി പോയിട്ടാ. ഓ മൈ ഗോഡ്, ഞാൻ അറിഞ്ഞത് നന്നായി. ഇതെങ്ങാനും വിസ്ഫോടനായിരുന്നു അത്. ഇത്ര പൊടി ഉണ്ട് എന്റെ സോഫയില്. ഓ മൈ ഗോഡ്. കൊണ്ടോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ഇതെന്റെ ന്യൂ ഹോബിയാ. ഇത് ചൂടായിട്ട സംഭവം ഇവിടെയൊക്കെ, പക്ഷെ എന്നാലും നന്നായിട്ട് വർക്കായി ഗൈസ്, പാവം. താങ്ക് യു. ഈ പാഴ്സൽസ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കോർ ഐറ്റംസ്, യെസ്, അതൊക്കെ ഞാൻ വീണ്ടും കൊണ്ട് അവിടെ തന്നെ വെക്കാന്നാണ് വിചാരിക്കണത്. ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ എവിടെ വയ്ക്കും? നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും വയ്ക്കാം, കാരണം അത് കൺമുമ്പിൽ ഉണ്ടായാലും ഞാൻ മേക്ക് ഓവർ വേഗം ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. നോ, നമുക്ക് അവിടെ തന്നെ വെക്കാം. ഓക്കെ ഗൈസ്, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ മാറ്റ്, അതും നമുക്കില്ലേ ബാൽക്കണി തന്നെ വെക്കാട്ടാ. ബിക്കോസ് എനിക്ക് ഹോളൊന്ന് തൂത്തുവാരി തുടച്ചു വിടണം. ഓ മൈ ഗോഡ്, എൻ്റെ ഫോൺ ഇവിടെ ഞാൻ നോക്കട്ടെ, എൻ്റെ ചെക്ക് ലിസ്റ്റ് എത്ര കംപ്ലീറ്റ് ചെയ്തു ഞാൻ. ഓക്കെ, കർട്ടൻ വാഷ് ചെയ്തു, സോഫ വാക്യൂം ചെയ്തു. മാറ്റ് ഇന്ന് ചെയ്യണോ? നോ. അരെ ഹാ, സീലിംഗ് ഫാൻ അതും ഒന്ന്, പിന്നെ ഒന്ന് എന്താ പറയുക, മതിലൊക്കെ ഒന്ന് തൂക്കട്ടെ. പിന്നെ എന്തെന്നുള്ളത്, അതോടെ ഹോളിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ മുറി. യെസ്, എനിക്കറിയാം നിങ്ങൾ എക്സൈറ്റഡ് ആണ്. മൂന്നാമത്തെ മുറി ഇന്ന് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കണം. അത് മതിയാ ഇത്രയും. നിങ്ങളും ക്ഷീണിച്ചോ? കണ്ട് എനിക്ക് എനർജി ഉള്ളിടത്തോളം നേരം വശത കെട്ട് പണ്ടാറണം വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. നോക്ക് ഗൈസ്, ഇന്ന് ഇത്രയും നേരമായിട്ട് ഞാൻ AC പോലും ഓൺ ചെയ്തിട്ടില്ല. ഞാൻ ഈ ഫാനിൻ്റെ 2ാമത്തെ സ്പീഡിലാണ് നിൽക്കണത്. താങ്ക് യു ഈശ്വര, എനിക്ക് എനർജി തന്നതിന് താങ്ക് യു സോ മച്ച്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ മൈ എനർജി. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പ്രൊഡക്ടിവിറ്റി. നമുക്ക് വെള്ളം നിറയ്ക്കാതെ തീർന്നു ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് വേഗം അവിടെ എന്താ കിടക്കണം? हीरा मुझे मिल जाए, चाहे मेरी जान जाए, चाहे मेरा दिल जाए.
ബോഡി പോകുന്നു. ഇങ്ങനെയാണ് ഞാൻ വളർത്തിയത്. എന്താ പറയാ, കർട്ടൻ കഴുകി കഴിഞ്ഞു. നമുക്ക് അതിനെ ഉണക്കാനിടണം അല്ലേ. ബിഫോർ ദാറ്റ് ഞാൻ ഈ സോഫേനെ ഒന്ന് എണീപ്പിച്ചൊക്കെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ വാക്യൂം അടിക്കേണ്ടി വരും. സോഫയുടെ അടി നോക്കിയ ബസ്. ഇത് ചൂടായി ഗൈസ്. ഇനി മതിയില്ല, ഇന്ന് വാക്യൂം ഇനി യൂസ് ചെയ്യണ്ട. നമുക്ക് ബ്രെഡ് റോസ്റ്റ് ചെയ്താലോ. നന്നായിട്ട് വർക്കാവണം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനം. കോമ്പാക്റ്റും ആണല്ലോ, നമുക്ക് വയ്ക്കാനും സുഖമായി. ഓക്കെ ഗൈസ്, 4 മണിയായിട്ടാണ്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഓ മൈ ഗുഡ്നസ്, സ്വെറ്റ്. ഓക്കെ, അപ്പം നമ്മളിവിടെ മോര് വെച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഈ മുഖം ഞാൻ കൈ കഴുകിയിട്ടില്ല. ബട്ട് സാറില്ല, ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കും. ഓ മൈ ഗോഡ്, ഇതിൻ്റെ കളർ എന്താ മാറിയത്? ഓ, വേ വാട്ടർ സെപ്പറേറ്റ് ആയി. ഒന്നും കൂടെ ബ്രൂം ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ എല്ലാം ചെയ്യും, കൈ കഴുകില്ല ഗൈസ്. നല്ലോണം മിക്സ് കുമ്പറ്റിക്ക മിക്സ് ആകൂ. നമുക്ക് ബാക്കി നാളെ ചെയ്യാം. ഓക്കെ, ബിക്കോസ് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യണം, തല കഴുകണം, ഹെയർ വാഷ് ചെയ്യണം, കാരണം എനിക്ക് അമ്പലത്തിൽ പോകണം. പിന്നെ ഇന്ന് ഞാൻ മൂവി നൈറ്റിന് പോകണുണ്ട്. ദൃശ്യം 3 വന്നിട്ടില്ല. യെസ്, ഞാൻ ഇന്നലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. സോ വൈകുന്നേരത്തെ ഷോ ആണ്. പക്ഷെ ഞാൻ 10 മണിക്ക് മുമ്പ് എന്തായാലും തിരിച്ചു വരും. എനിക്ക് അങ്ങനെ ഉറക്കം കളഞ്ഞിട്ടുള്ള രാത്രി ഷോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഉറക്കം സമയത്തിന് മുന്നേ വീട്ടിലെത്തണം. എനിക്ക് അതാ ഇഷ്ടം. സമയത്തിന് ഉറങ്ങണം, അതൊക്കെയാണ് എനിക്കിഷ്ടം. ഓ സോറി ചേഴ്സ്, ഞാൻ കുടിച്ചിട്ടുള്ള നിങ്ങൾക്ക് അത് തന്നെ കഴയല്ല ഇങ്ങനെ. ഒട്ടും തണുപ്പില്ല, സാരില്ല. ഓ മൈ ഗോഡ്, നമ്മുടെ കർട്ടൻ. അയ്യ, അത് ഉടനെ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. തൂത്തുവരെ തുടയ്ക്കാം, എന്നിട്ട് കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകാം. ബിക്കോസ് ഒബ്വിയസ്ലി പാത്രം കഴുകാൻ മുമ്പ് ഇച്ചിരി കൈകൾ വൃത്തിയായിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് ആദ്യം കൊണ്ട് ഈ കർട്ടൻ ഉണക്കാനായിട്ട് ഇടാം, എന്നിട്ട് ഒന്ന് പാത്രം കഴുകാം. ഓക്കെ, ഹോർമോണില്ല ഗൈസ്, എങ്ങനെ ഇടുമ്പോൾ. ഓക്കെ 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 ഗൈസ്, അപ്പൊ ഇന്നത്തേക്ക് ഇത് മതിട്ടാ. മൈ നടു. ആൻഡ് നിങ്ങളും ചൂടായിക്കൊണ്ടിരിക്കുക. സോ ഐ ഹാവ് ടു ഗീവ് യു ഗൈസ് സം റെസ്റ്റ്. ക്യാമറ ചൂടായി, അതാ ഉദ്ദേശിച്ചത്. അതിന് കുറച്ചും തണുപ്പ് കൊടുക്കട്ടെ. ആൻഡ് ഞാൻ ടയർഡായി ഗൈസ്. ടയർഡാകാൻ എനിക്ക് ഇപ്പോഴും എനർജി ഉണ്ട്, ബട്ട് എനിക്ക് ടയർഡാവാൻ തോന്നുന്നു. കാരണം 4:30 സമയം. ഇപ്പോഴും പൊടിയുണ്ട് കേട്ടോ. അതെ, ഉണ്ട്, ഇച്ചിരി പൊടിയുണ്ട്. ആൻഡ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലീൻ ആക്കാം. അപ്പം ശരിയായിക്കോളെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അർബൻ കമ്പനിക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഇതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഫുൾ ക്ലീൻ ആക്കി. കാരണം അവരുടെ നല്ല സ്ട്രോങ് വാക്യൂം ക്ലീനർ അല്ലേ, അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ക്ലീൻ ആക്കി കിട്ടുക. പിന്നെ നമുക്ക് മൈ ഗോഡ്, ഇറ്റ് ഈസ് സോ ഗുഡ്. അതൊരു പ്രൊഡക്ടിവിറ്റി ആയിരുന്നു ഗൈസ്. ഒക്കെ അപ്പം ഞാൻ ശരിക്കും ടയർഡായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് കേട്ടോ.
ഞാൻ അല്ലെങ്കിൽ ഒന്ന് വേഗം കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാലോ എന്ന്. കാരണം സിനിമ തിയേറ്ററിൽ പോയിട്ട് ഞാൻ പിന്നെ കിടന്ന് അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഒരു നോക്കുമ്പോ ഇവിടെ നീ കുറുക്കം വരിക. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. 10 minutes ഞാൻ ഫാനിന്റെ അടിയിലൊന്നും ഇരുന്നൊന്നും വേർപ്പൊന്നും ഉണങ്ങട്ടെ, എന്നിട്ട് ബാക്കി പണികൾ ചെയ്യാം. നിങ്ങളെ ഞാൻ നാളെ കാണുള്ളൂ. ബൈ. ഞാൻ ഇറങ്ങാം. പോലെ ഞാൻ വരുന്നു. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ഇല്ല, ഇനി അതിന് സമയമില്ല. അയ്യോ അയ്യോ, ഒരു മിനിറ്റ്. അനു, അതേം കൊണ്ടുവാ. അല്ലാതെ വേറൊരാൾ അറിയരുത്. ആരോടെങ്കിലും പറഞ്ഞ് സ്മാർട്ടാകാന്നൊക്കെയാ